ഹലോ, അപ്പം നമുക്കിന്ന് നെല്ലിപ്പുളി പറിക്കാൻ പോയാലോ? നെല്ലിപ്പുളി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. നെല്ലിക്കയുടെ തന്നെ ചെറിയൊരു വേർഷനാണ്. പല ഭാഗത്തിന് പലതാണ് പറയുന്നത്. അരിനെല്ലിക്ക എന്നും പറയും. അപ്പോൾ നമുക്കിന്ന് നെല്ലിപ്പുളി പറിക്കാൻ പോയാലോ? ഇത് നമ്മുടെ വീട്ടിലല്ല, വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഈ നെല്ലിപ്പുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇപ്പോൾ കാണാൻ കിട്ടാറില്ല. എന്താ പറയുക, കടകളിലൊക്കെ ഇത് ചെറുതായിട്ട് ഉപ്പിലൊക്കെ ഇട്ടത് കാണാൻ പറ്റും. അതും വല്ലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഈ നെല്ലിപ്പുളി സത്യം പറഞ്ഞാൽ ഇപ്പം ആരും വളർത്തണില്ല എന്ന് തോന്നുന്നു. ഭയങ്കര റയറായിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. പോരാത്തതിന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മാളി ചേച്ചി നമ്മളെ വിളിച്ച് പൊട്ടിച്ചോളാനും പറയും. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ണികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും ചെയ്യും. അങ്ങനത്തെ ഒരു എന്താ പറയുക, നെല്ലിക്കയിലെ ഒരു റയറായിട്ട് കിട്ടണ ഒരു സംഭവമാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ വീട് കിടക്കുക. അപ്പുറത്തെ ഭാഗത്താണ് നന്നായിട്ട് പഴുത്തിട്ടല്ല, നന്നായിട്ട് മൂത്ത് കിടക്കുക. പക്ഷെ അപ്പുറത്ത് നിന്ന് നിറയെ പുല്ലായാലും നമുക്ക് കുലുക്കുമൊക്കെ ആ പുല്ലിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അതുകൊണ്ട് ആ ഭാഗം ഞങ്ങൾ അധികം കുലുക്കിയില്ല. ഒന്നും കൂടി ആ ഭാഗം വൃത്തിയാക്കിയിട്ട് രണ്ടാമത് കുലുക്കാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇപ്പുറത്തെ ഭാഗത്തെ വലിയതായിട്ട് മൂത്തിട്ടില്ലെങ്കിലും ഉപ്പിലിടാനിപ്പോൾ മഴയൊക്കെ ആയിരുന്ന പകുതി പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം മൂത്തൊക്കെ നമ്മൾ പൊട്ടിച്ച് വെച്ച് കൂട്ടത്തിൽ നമുക്ക് റംബൂട്ടാനും കിട്ടി. അവിടുത്തെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ വേറൊരു, വീട്ടിലുണ്ടാവുന്ന റംബൂട്ടാനും പ്രത്യേക ടേസ്റ്റാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതിനും വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ മൺചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എത്ര ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും എനിക്ക് മതിയാവണില്ല. കാരണം കുറേ നാളായിട്ട് കാണുന്നൊരു സംഭവമാണ് നെല്ലിപ്പുളി. നമുക്ക് കിട്ടാറില്ല, പൊതുവെ എല്ലാവർക്കും കിട്ടാറില്ല. ഇത് നമ്മൾ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ആൾക്കാർ ഇത് എവിടെയാന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ കഴുകി ഉപ്പിലിടാൻ വേണ്ടി കഴുകി വൃത്തിയാക്കാണ്. എന്നോട് കൂടെ കുറച്ചൊക്കെ നിലത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അത് ആരും വേണ്ടിയില്ല. എന്നിട്ട് വൃത്തിയാക്കാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ സാധനത്തിന് നെല്ലിപ്പുളിന്, ഞങ്ങളുടെ ഇവിടെ നെല്ലിപ്പുളി തൃശ്ശൂർ ഭാഗത്തൊക്കെ നെല്ലിപ്പുളി എന്നാണ് പറയുക. ഇത് പല ജില്ലയിലും പല പേരാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നൊക്കെ പറയണേ. ഇത് പിന്നെ നമ്മൾ ഉപ്പിലിടുന്ന വെച്ചാൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ തണുത്താറിയ ചൂടുവെള്ളത്തിൽ തണുത്താറണേ. എന്നിട്ട് കുറച്ച് ഇത് റെസ്റ്റ് ചെയ്താൽ വയ്ക്കുക. എന്നിട്ട് നെല്ലിപ്പുളി ഇടുക. പിന്നെ ഞങ്ങൾ കാന്താരിയാണ് ഇട്ടത്. മത്തങ്ങ മുളകും ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ വലിയ എരിവിന് ഇതില്ലാത്ത കാരണം എനിക്ക് എരിവ് വലിയ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് ചൂസ് ചെയ്തത്. പലർക്കും പല മുളകും ചൂസ് ചെയ്യാം. എന്നിട്ടിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിരുന്നു, കേടാവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ മരത്തിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. കൂട്ടത്തിൽ റംബൂട്ടാനും ഉണ്ട് കേട്ടോ. റംബൂട്ടാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.